നമസ്കാരം. എൻ്റെ അമ്മോ, ഇങ്ങനെ കള്ളം പറയരുതേ. ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് എങ്ങനെ നമ്മൾ സഹിക്കും? മറ്റൊന്നുമല്ല, ബിഗ് ബോസിലെ ചെറിയ ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ന് വൈകിട്ട് ബിഗ് ബോസിന്റെ എല്ലാ കണ്ടസ്റ്റൻസും അവിടെ ഒരു ബോക്സിൽ കുറെ കാര്യങ്ങൾ അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബ ജീവിതം, അച്ഛൻ, അമ്മ, അതുപോലെ അവരുടെ കുട്ടിക്കാലം, ഇതൊക്കെയായിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തർ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ രേണു സുധിയും വന്നു. അതിനു മുമ്പേ ശാരിക വന്നു. ശാരികയൊക്കെ വന്ന് നല്ല രീതിയിൽ സ്പീച്ച് നടത്തിപ്പോയി. അത് പിന്നെ അതിനുശേഷം ഈ രേണു സുധി അങ്ങോട്ട് വരികയും അച്ഛൻ്റെ കാര്യം പറഞ്ഞു. നമുക്കൊന്നും അതിനൊന്നും ഒരു എതിർപ്പുമില്ല. നമ്മുടെ എല്ലാമാണ് അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കടപ്പാടാണ് അച്ഛനോടും അമ്മയോടും എല്ലാം. നമ്മുടെ നമ്മൾ ആക്കി തീർക്കുന്നത് അച്ഛനും അമ്മയാണ്. അവരോട് ആ കടപ്പാട് നമ്മൾ കാണിക്കണം. അത് എത്ര സ്നേഹം, എത്ര വാക്കുകൾക്ക് അതീതമാണ്. അതൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ രേണുസുധി ഈ സോഷ്യൽ മീഡിയയിൽ നിരങ്ങുമ്പോൾ ഓരോ ചാനലിലും ഓരോ കാര്യങ്ങൾ പറയും. അതായത് യൂട്യൂബ് ചാനലിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയും, വലിയ ചാനലിൽ പോയിരുന്ന വലിയ കള്ളങ്ങൾ പറയും. അപ്പം ഒരു കള്ളം പറഞ്ഞത്, രേണുസുധി ബാംഗ്ലൂർ ഏവിയേഷൻ പഠിച്ചതാണ്, ഞാൻ ഏവിയേഷൻ പഠിച്ചതാണ്, ബാംഗ്ലൂർ എയർപോർട്ടിൽ എയർ ഇന്ത്യയിൽ ജോലി ചെയ്താണ്, തിരുവനന്തപുരത്ത് ജോലി ചെയ്താണ് എന്നൊക്കെ പറഞ്ഞാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് കൂടെ പഠിച്ച ഒരു പെണ്ണ് പറഞ്ഞു ഏവിയേഷൻ അവർ പഠിച്ചതാണ്, അത്രേ അറിയാം, മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇവരുടെ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ എൻ്റെ ഉപ്പാപ്പൻ്റെ മോളും അപ്പൻ്റെ മറ്റേ ബന്ധുക്കളും എല്ലാം ബന്ധുക്കളെ അവരുടെ കൂടെ 2-3-4 പിള്ളേരെല്ലാം കൂടെ ബാംഗ്ലൂർ കറങ്ങാൻ പോയതാ. അവിടെ ചെന്ന് 1.5 വർഷം ജോലി ചെയ്തു. പിന്നെ ഈ സ്റ്റിച്ച് കാണുമ്പോഴും ബ്ലഡ് കാണുമ്പോഴും ഒന്ന് പലകറക്കം. ഞാനത് വിഷിച്ചിങ്ങി പോന്നു. അപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. സാമ്പത്തികമില്ലായിരുന്നു എടുക്കാൻ. അതൊക്കെ അന്നത്തെ അവസ്ഥകളായിരിക്കും. അതൊന്നും നമുക്ക് യാതൊരു വിയോജിപ്പില്ല. പക്ഷേ അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് അപ്പം പറഞ്ഞു, നീ ഇനി എന്താ പഠിക്കുന്നത്? ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുമെന്ന് പറഞ്ഞു. എഞ്ചിനീയറിങ്ങിന് ഡിപ്ലോമ എന്നാ പറഞ്ഞു. ഡിപ്ലോമ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയും, പോട്ടെ. എഞ്ചിനീയർ എന്തോ ഒരു ഡിപ്ലോമ എഞ്ചിനീയറിങ്ങിന് പോയി. അത് ഇതാക്കി കംപ്ലീറ്റ് ചെയ്തില്ല. അത് പകുതി വഴി വെച്ച് നിർത്തി പോയി. അത് കഴിഞ്ഞപ്പോൾ അല്പം ചോദിച്ചു, ഇനി നീ എന്തിനാ പോകുന്നേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ നീ ഇതിനൊന്നും പോകണ്ട, നിനക്ക് പറ്റിയ പണിയല്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പൻ്റെ പൈസ കളയണ്ടേ? ഞാൻ പറഞ്ഞു ഏവിയേഷന് പോവുക, പറക്കാമല്ലോ. അപ്പം ഏവിയേഷൻ അങ്ങ് പോയി. ഞാനതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തോ, അത് നിർത്തി. ആ സമയത്താണ് എൻ്റെ ജീവിതത്തിലേക്ക് സുധിച്ചേട്ടൻ്റെ വരവ്. അതോടുകൂടി എല്ലാം തീർന്നു. ഏവിയേഷനും പോയി. പക്ഷെ എയർ ഇന്ത്യ ജോലി ചെയ്തു. ബാംഗ്ലൂർ എയർപോർട്ടിൽ, തിരുവനന്തപുരം എയർപോർട്ടിൽ എയർ ഇന്ത്യയുടെ ജോലി ചെയ്തു. ഏവിയേഷൻ പഠിച്ച് ജോലി പാസ്സാകാതെ ജോലി കൊടുക്കുമോ എയർ ഇന്ത്യ? എൻ്റെ രേണുസുധി ഇങ്ങനെ പച്ചക്കള്ളം വന്ന് പറയല്ലേ. ബിഗ് ബോസിൽ നിന്ന് വലിയ താമസമില്ലാതെ നമ്മൾ പുറത്തു വരുമ്പോൾ ഇത് കുടയാൻ കുറച്ചുപേര് തയ്യാറായി ഇരിപ്പുണ്ട് എന്ന് കരുതുക. അവിടെങ്കിലും പോയി ഒരു മാന്യത കാണിക്കുമെന്നാണ് എല്ലാവരും കരുതുക. അവിടെയും പോയി കളഞ്ഞു പൊളിച്ചു. എന്തായാലും ശരി, ഇനി ആ സുധിച്ചേട്ടൻ്റെ പേരൂടെ അവിടെ പറഞ്ഞു കുളവാക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.